പ്രിയപ്പെട്ടവരെ, ആത്മഹത്യയെ അതിജീവിച്ച ഒരു വീട്ടമ്മയെ എനിക്കറിയാം. അവരുമായി കുറച്ചു നേരം ഞാൻ സംസാരിച്ചു. വേദനകളും ദുഃഖങ്ങളുമൊക്കെ പങ്കുവെച്ചു. ഇപ്പോൾ ആ സഹോദരി വലിയ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ആഴമേറിയ പ്രാർത്ഥനയുണ്ട്, അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് ഉണ്ട്, ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതിലൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആവശ്യമാണ്. ഇനി ആ സഹോദരി പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ശ്രമിച്ചത് എന്ന്. പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ചോ, പലപ്പോഴും ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. വർഷങ്ങളായിട്ടുള്ള വേദനകൾ ഒരു വശത്ത് കിടപ്പുണ്ട് അബോധ മനസ്സിൽ. എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഏകദേശം 1-2 മാസങ്ങളായിട്ട് വലിയ വേദനയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ആരോടും പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞാൽ തന്നെ ആർക്കും ഇത് മനസ്സിലാക്കാനും പറ്റില്ല. മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും പറഞ്ഞ് പരിഹസിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് മനസ്സിലത് സൂക്ഷിക്കുകയല്ലേ ഏറ്റവും വലുത്. കൂട്ടിച്ചേർത്തു, ജോലി വലിയ സ്ട്രെസ്സായിരുന്നു. അതൊരു വശത്ത് 12 മുതൽ 14 മണിക്കൂർ വരെ ജോലി ചെയ്യണം. ജോലി ചെയ്യേണ്ട സമയം 9 മണിക്കൂറാണ്. പക്ഷേ എനിക്ക് സ്ട്രെസ് ഉള്ളപ്പം ഇതെങ്ങനെ ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രൊജക്റ്റും തീർക്കാനായിട്ട് ശ്രമിച്ച് മണിക്കൂറുകൾ മുമ്പോട്ട് പോവുകയാണ്. ഉറക്കം വരാത്ത രാത്രികൾ, ഉറങ്ങാൻ കിടന്നെങ്കിൽ തന്നെ ചെയ്തില്ലല്ലോ എന്നുള്ള ചിന്തകൾ ഒരു വശത്ത്. ഇനി പിന്നീട് പെട്ടെന്ന് രോഗത്തിലേക്ക് അകപ്പെടുക. കാരണം എന്താ? ഉറക്കമില്ല ഒരു വശത്ത്, മാനസികമായിട്ട് തളരുന്നു, ആരോടും പറയാനായിട്ട് പറ്റുന്നില്ല, ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ട് ജീവിത പങ്കാളിക്ക് അത് ഉൾക്കൊള്ളാൻ ഒന്നും സാധിക്കുന്നില്ല, ആ ഒരവസ്ഥ. ഇനി എൻ്റെ ജോലി പോയാൽ പിന്നെ എന്താ എനിക്കുള്ളത്? എൻ്റെ ആരോഗ്യം കൂടെ പോകുന്നു, പിന്നെ എനിക്കെന്താ ഉള്ളത്? ജോലിയില്ല, ആരോഗ്യമില്ല, പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്? എൻ്റെ വീട്ടിലുള്ളവർക്ക്, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ എന്നെ വേണ്ട. ഈ ഒരു ചിന്ത എന്നിലേക്ക് പെട്ടെന്ന് വന്നു കയറി. നിരാശപ്പെടുത്തുന്ന, തളർത്തുന്ന ഒരു ചിന്ത പെട്ടെന്ന് വന്നു കയറി. അങ്ങനെ ഈ സഹോദരി ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഏതോ ഒരു ശക്തി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യണം, പൊക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏതോ ഒരു ശക്തി പറയുന്നത് പോലെയുള്ളൊരു സ്വരം അത് ഇങ്ങനെ എപ്പോഴും കൂടെ കേൾക്കും. കാരണം മാനസികമായ ഓരോ അവസ്ഥയിലേക്ക് ഈ സഹോദരി എത്തി, ഈ സ്ട്രെസ്സിലൂടെ, ഈ ഭാരത്തിലൂടെ പോയിക്കൊണ്ട്. പിന്നീട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അതിനെ രക്ഷപ്പെടുത്തുവാനായിട്ട് ജീവിക്കുന്ന മാലാഖമാരെ ദൈവം അയച്ചു രക്ഷപ്പെടുത്തി. പിന്നീടാണ് ഈ സഹോദരി മനസ്സിലാക്കുന്നത് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്. കാരണം എന്താ? ദൈവമാണ് ജീവിതം നൽകിയത്. ഇനി ഇത്രയും വലിയ തകർച്ചയിലൂടെ പോയപ്പം അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിച്ചില്ല. സ്വന്തമായിട്ട് ശ്രമിച്ചു. എന്നാൽ ഒരു നല്ല കൗൺസിലിങ്ങിന് പോകാനോ അല്ലെങ്കിൽ വൈദ്യസഹായം തേടാനോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാനോ ഒന്നും തോന്നിയില്ല. പറഞ്ഞത് ഇപ്രകാരമാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചുറ്റുവട്ടമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കും. അതുകൊണ്ട് എനിക്ക് പോകുവാനായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാൻ തന്നെ അതിനെ അതിജീവിക്കുവാനായിട്ട് ശ്രമിച്ചു. ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരാം. അങ്ങനെ പല ഫാക്ടേഴ്സ് ആത്മഹത്യകൾക്ക് ഘടകമായി, കാരണങ്ങളായിട്ട് വരാം. അങ്ങനെ നല്ലൊരു കൗൺസിലറിൻ്റെ അടുത്തേക്ക് പോയി സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൗൺസിലിംഗ് ലഭിച്ചു. പിന്നീട് ഡോക്ടേഴ്സ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു. വീട്ടിലുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചു, എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം. ഈ സഹോദരി പറഞ്ഞു, ഇപ്പോഴെനിക്ക് എന്തെങ്കിലും ഒരു വേദനയോ ദുഃഖമോ ഒക്കെ വന്നു കഴിയുമ്പം ഞാൻ എൻ്റെ ഡോക്ടറെ വിളിക്കാറുണ്ട്, വീട്ടിലുള്ളവരോട് സംസാരിക്കാറുണ്ട്, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്, അച്ചോ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതെൻ്റെ 2ാം ജന്മമാണ്. ദൈവമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ കുടുംബത്തിന് ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് എനിക്കൊരു 2ാം ജന്മം നൽകിയത് എന്ന്. അങ്ങനെ ആ സഹോദരി വീണ്ടും ഒരു ജീവിതം ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരുപാട് വ്യക്തികൾ
കുടുംബങ്ങൾ, മാനസികമായി തകർന്ന വ്യക്തികളുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനായിട്ട് അവർ തയ്യാറാകും. നമുക്കൊരു പനിയോ ജലദോഷമോ ഒക്കെ വന്നു കഴിയുമ്പം നമ്മൾ ആശുപത്രിയിലേക്ക് പോവില്ലേ? അതേ ഒരു മനസ്സോടുകൂടിയാണ് ഡിപ്രഷനും ഇങ്ങനെ മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പം അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും വൈദ്യസഹായം തേടുകയൊക്കെ ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ദൈവമാണ് ഈ സംവിധാനങ്ങളെല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ സ്വീകരിക്കണം. ഇനി നമുക്ക് വലിയൊരു സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല ഈ ലോകത്തിൽ. ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തെ അതെങ്ങനെ നിയന്ത്രിക്കണം, ഏതു വഴിയെ കൊണ്ടുപോകണമെന്നുള്ളത് പ്രപഞ്ച സൃഷ്ടാവിനറിയാം. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോൾ ബൈബിളൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രസ്സിലൂടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. വലിയ വലിയ മെഷീൻസ് ഉണ്ട്. ആ വലിയ മെഷീൻസ് ചില സമയത്തത് പെട്ടെന്ന് മെയിൻ്റനൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്തത് സ്റ്റക്കാവും. എവിടെയെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായാൽ മതി അത് സ്റ്റക്കാകാനായിട്ട്. നല്ല മെഷീൻസ് അങ്ങനെയാണ്. ചില സമയത്ത് അത് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നല്ല ടെക്നീഷ്യൻസൊക്കെ വന്നു കഴിയുമ്പം അവർ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, ഇതുപോലെയാണ്. പുറമേ നിന്ന് നോക്കുമ്പം പെട്ടെന്നെല്ലാം സ്റ്റക്കായിട്ട് തോന്നും. എന്നാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എന്നെ ശക്തനാക്കുന്ന ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്ക് പ്രതീക്ഷകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ആയതിനാൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് നമ്മൾക്ക് ശ്രമിക്കാം. വേദനയോ ദുഃഖങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പം ഒന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാവണം. നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന 2-3 സുഹൃത്തുക്കൾ നമ്മൾക്കുണ്ടാവുമ്പോൾ അത് വലുതാണ് പ്രിയപ്പെട്ടവരെ. സാമ്പത്തികമായിട്ടുള്ളൊരു സഹായമല്ല, മറിച്ച് നമ്മളെ ഒന്ന് കേൾക്കാൻ, ഒരു സപ്പോർട്ട് തരാൻ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ കുറവുകൾ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ എപ്പോഴും ചരിക്കുന്ന ഒരു 2-3 സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു ഊർജം പകരുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മനസ്സ് വേദനിക്കുമ്പം, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഒരിടത്ത് തന്നെ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് പതുക്കെ ഇറങ്ങുവാനായിട്ട് സാധിക്കണം. പ്രകൃതിയിൽ ദൈവം മനോഹരമായി എന്തെല്ലാം കാര്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നദികൾ, പുഴകൾ, വൃക്ഷങ്ങൾ. നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കിക്കാണുമ്പം മനസ്സൊന്ന് ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഗാഡ്ജറ്റ്സിൻ്റെ, പ്രത്യേകിച്ച് മൊബൈൽ, കമ്പ്യൂട്ടർ, TV അതിനൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് സമയം ഒരുപാട് കളയരുത്. ഇതൊക്കെ നമുക്ക് വേണം, വേണ്ടെന്നല്ല പറയുന്നത്, ആവശ്യത്തിന് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. നമുക്കറിയാലോ, ഇപ്പോൾ പെയ്ത് ഒഴിയുന്ന മഴകൾ, നമ്മളതൊക്കെ ഒന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. പണ്ടൊക്കെ എനിക്ക് ഈ മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുന്ന സമയത്ത് ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ശക്തമായ മഴയാണെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് കാണും. ഇപ്പോഴത്തെ മഴ എന്ന് പറയുന്നത് ചെറിയ ചെറിയ മേഘവിസ്ഫോടനങ്ങൾ പോലെയാണ് വരുന്നത്. ഒരു 3 മിനിറ്റിനുള്ളിൽ എല്ലാം പെയ്തൊഴിയുകയാണ് ചെയ്യുന്നത്, ശക്തമായിട്ട് വരുന്നു. ഇതൊക്കെ പ്രകൃതിയുടെ പല പ്രതിഭാസങ്ങളാണ്. ഇനി ചില സമയത്ത് മഴ പെയ്യുമ്പം ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വളരെ നിശ്ചലമായിട്ട് നിൽക്കും. പ്രകൃതി വളരെ നിശ്ചലമാണ്. ചില സമയത്ത് മഴ പെയ്യുമ്പം ഈ വൃക്ഷങ്ങളൊക്കെ കാറ്റിലിങ്ങനെ ഉലഞ്ഞാടുകയാണ് ചെയ്യുന്നത്. പ്രകൃതി ചെറിയ രീതിയിലേക്ക് പ്രക്ഷുബ്ധമാകുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പം ഇത് ശാന്തമാകുന്നു. ചിലപ്പോൾ പെട്ടെന്ന് മിന്നലുണ്ടാകുന്നു, ഇടിവെട്ടുണ്ടാകുന്നു, വീണ്ടും പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് ഈ ഭൂമി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ കുറേ കഴിയുമ്പം ഒരു ശാന്തതയില്ലേ എല്ലാത്തിനും? ഇതുപോലെ പ്രക്ഷുബ്ധമായ അവസ്ഥ ജീവിതത്തിലുണ്ടാവാം. മേഘവിസ്ഫോടനങ്ങൾ പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളും വേദനകളും ജീവിതത്തിലേക്ക് ഒറ്റയടിക്ക് വരാം. ചിലപ്പോൾ ചിലതൊക്കെ പതുക്കെ പതുക്കെയായിരിക്കാം വരുന്നത്. ഇനി ചിലതൊക്കെ ഒരു മിന്നൽ പിണർ പോലെ വന്ന് അതില്ലാതായി മാറുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ ജീവിതത്തെ അത് ദൈവം തന്നതല്ലേ.
അത് കുറച്ചും കൂടി സുന്ദരമാക്കുവാൻ നമുക്ക് സാധിക്കില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുന്ദരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കത്തില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കണക്കില്ലേ, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആ പഠനത്തിൽ 40 സെക്കൻഡിൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നു. അത് ഇല്ലാതാവട്ടെ. ഒരു വ്യക്തിയും ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. ഒരു കുടുംബവും ആത്മഹത്യയുടെ വക്കിലേക്ക് പോകാതിരിക്കട്ടെ. ദൈവം തന്ന ജീവിതത്തെ മാനിച്ചുകൊണ്ട്, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.